അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഹായ്, ഞാൻ നില. ഹായ്, എവിടെയായിരുന്നു? എവിടേക്ക് അന്വേഷിച്ചെന്നറിയാമോ? പത്രത്തിൽ കൊടുക്കാൻ പോയതാ. ഒത്തിരി സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. നീ കൂടുതൽ കഥയൊന്നും ഇറക്കണ്ട, നേരെ കാര്യത്തിലോട്ട് വാ. അതോടൊപ്പം കൂടി തന്നെ ഒരു അപ്പോളജിയും കൂടെ പറയാനുണ്ട്. ആദ്യം സന്തോഷം പറയാട്ടോ. പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നന്ദി വേണോടാ, നന്ദി. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. ഞാൻ പ്രതീക്ഷിച്ചതിലും ഉപരിയുള്ള സപ്പോർട്ടാണ്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. മനുഷ്യനല്ലേ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നോടൊരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടിയോ ഒന്നും ആവശ്യമില്ല. എന്റെ OTT പ്ലാറ്റ്ഫോമും എന്റെ ഡയറക്ഷനും എല്ലാം സപ്പോർട്ട് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സത്യം പറഞ്ഞ ആശാനെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. NMX മീഡിയ നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയാം. ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര ഫേമസ് ആയി പോയല്ലോ. അതുപോലെ തന്നെ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഏതാഗ്രഹം ഗോവിന്ദേട്ടനോട് പറഞ്ഞോളൂ. സൈറ്റ് ഒന്ന് ഡൗൺ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. ഇത്രയും പേര് കയറിയത് കൊണ്ട് ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്. അത് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇന്ന് സൈറ്റ് ഓപ്പൺ ആക്കാൻ പറ്റാത്തവർക്ക് നാളത്തേക്ക് അത് മാറ്റി വെക്കുക. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ. നാളത്തേക്ക് എന്തായാലും സൈറ്റ് ഓക്കെ ആവും. ഓക്കെ ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. നീയാണ് സാക്ഷി. ഉറപ്പാണല്ലോ? ഉറപ്പാണല്ലോ.